ഇവളെൻ്റെ അനിയത്തി. ബേബി സിറ്റർക്ക് സ്വർണ്ണമാല സമ്മാനിച്ച പേളി. ദയ്യോട് കണ്ടുപഠിക്കാൻ കമൻറ്റ്. ഭർത്താവിൻ്റെ അമ്മയെപ്പോലും അമ്മ എന്ന് വിളിക്കാത്ത സോ കോൾഡ് ഇൻഫ്ലുവൻസിൻ്റെ കാലത്ത് ബേബി സിറ്ററിനെ കുടപ്പിറപ്പായി കാണുന്ന ചേച്ചി ഒരു മാലാഖ തന്നെ. അതെ, നമ്മുടെ സ്വന്തം പേർളിമാണിയെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് ദയ്യയുടെ പ്രക്ഷോഭവും അമ്മയെന്ന് വിളിക്കാത്തവരുള്ള ചീത്തപ്പേരും ദിയയ്ക്ക് കൂടുതലായി കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ മിന്നും താരമാണ് പേർളിമാണി. പേളിയുടെ ടോക്ക് ഷോയ്ക്കും വ്ളോഗുകൾക്കുമെല്ലാം വളരെ വലിയ ഒരു ആരാധക വൃന്ദമാണ് ഉള്ളത്. അധികം സംസാരിക്കാത്തവരും ഗൗരവക്കാരുമൊത്ത പേളിയുടെ മുന്നിലെത്തിയാൽ കുട്ടികളെപ്പോലാവുന്നത് പൊട്ടിച്ച് ചളികൾ പറയുന്നതുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൂട്ടത്തിൽ പേളിയും കൂടുന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പേളി പങ്കുവച്ച പുതിയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. തൻ്റെ മക്കളുടെ ബേബി സിറ്റർക്ക് സ്വർണ്ണമാലയും ചെയിനും സമ്മാനിക്കുന്നതാണ് പേളിയുടെ പുതിയ വീഡിയോ. മനോഹരമായ വീഡിയോയിൽ പേളിയും ബേബി സിറ്ററായ രഞ്ജുവും വികാരഭരിതനാവുന്നതും കണ്ണു നിറയുന്നതുമൊക്കെ കാണാം. മക്കളുടെ ബേബി സിറ്ററാണ് രഞ്ജു. 2 വർഷമായി അവൾ ഞങ്ങൾക്കൊപ്പമുണ്ട്. നിറ്റാറ ജനിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന അന്നാണ് രഞ്ജു ഞങ്ങൾക്ക് ഹെൽപ്പറായി ജോയിൻ ചെയ്തത്. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ നിന്ന കുട്ടിയാണ്. മക്കളുടെ കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ കാര്യങ്ങൾ വരെ അവൾ നോക്കും. ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യും. നല്ലൊരു പാവം കൊച്ചാണ്. അവളിപ്പോൾ ഞങ്ങൾക്ക് ബേബി സിറ്റർ മാത്രമല്ല, കുടുംബത്തിലെ അംഗം പോലെയായി, എനിക്കൊരു അനിയത്തിയെ പോലെയായി, പേളി പറയുന്നു. അവൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോവുകയാണ്. സഹോദരിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. അവൾ പോകും മുമ്പ് എന്തെങ്കിലും സമ്മാനമായിട്ട് നൽകണമെന്ന് തോന്നി. നല്ലൊരു ഗിഫ്റ്റ് ഇതുവരെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് അവൾക്കായി ഒരു മാലയും കൈച്ചെയിനും വാങ്ങിയത് എന്ന് പേളി പറയുന്നുണ്ട്. ഇതിനു ശേഷമാണ് വീഡിയോയ്ക്ക് താഴെ നിരവധി പേര് കമൻറ്റുകളുമായി എത്തിയത്. മിക്ക കമൻറ്റുകളും സോഷ്യൽ മീഡിയ താരമായ ദിയ കൃഷ്ണയ്ക്ക് എതിരെയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഭർത്താവിൻ്റെ അമ്മയെ ആൻറ്റി എന്ന് വിളിക്കുന്നതിനെക്കുറിച്ചുള്ള ദിയയുടെ വിവാഹത പരാമർശിച്ച് പരിഹസിക്കുന്നതാണ് കമൻറ്റുകൾ. ദിയയോട് പേളിയെ കണ്ടുപിടിക്കാൻ പറയുകയാണ് കമൻറ്റുകൾ. ആ ദിയയൊക്കെ കണ്ടുപിടിക്കുക. കുറഞ്ഞത് വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ എങ്ങനെ സംസാരിക്കണമെന്ന് കണ്ടു കേട്ട് തന്നെ പഠിക്കണം. അതാണ് വളർത്തുഗുണം. അല്ലാതെ സ്നേഹമുള്ള അമ്മായിയമ്മയെപ്പോലും വഴിയെ പോകുന്നവരെയൊന്നും എന്നും അമ്മ എന്നും വിളിക്കില്ല എന്ന് പറഞ്ഞ ടീംസിനെ പോലെയല്ല പേളി ചേച്ചി. ശ്രീനിയേട്ടൻ്റെ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടെയും സ്നേഹത്തോടെയാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. അവരുമായുള്ള എല്ലാ വ്ളോഗിലും അത് കാണാൻ പറ്റുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. ആരും അല്ലാതിരുന്നിട്ട് കൂടി മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള ശക്തി അല്ലെങ്കിൽ മനസ്സുണ്ടല്ലോ. ഇനിയും ഉയരങ്ങളിലെത്തും. സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെപ്പോലും അമ്മ എന്ന് വിളിക്കാതെ സോ കോൾഡ് ഇൻഫ്ലുവൻസിൻ്റെ കാലത്ത് ബേബി സെറ്ററിനെ കൂടപ്പിറപ്പായി കാണുന്ന ചേച്ചി ഒരു മാലാഖ തന്നെ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ പോകുന്നത്. അത് പേളിയുമാണ് ശരിക്കും ഒരു മാലാഖ തന്നെയാണ്. അല്ലെങ്കിൽ ബേബി സിറ്റർക്ക് അല്ലെങ്കിൽ വേറൊരു അമ്മയ്ക്ക് ഇതിന് മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, വൈറലായിരുന്നു. ഒരു അമ്മയ്ക്ക് കമ്മൽ വാങ്ങിക്കൊടുക്കുന്ന വീഡിയോയും അതുകൂടെ വൈറലായിരുന്നു. എന്നാൽ അതേയോ കുഞ്ഞിനെ വെച്ച് തന്നെ നമ്മൾ എന്താ പറയുക, വെള്ളത്തിൽ കളിക്കുന്നു, തുള്ളുന്നു, ചാടുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയ കുട്ടിയെ വെച്ച് ഇങ്ങനെയൊക്കെ വീഡിയോകൾ എടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് കണ്ടറിയണം. ഏതായാലും പേളിമണി ഇപ്പോൾ ദിയയ്ക്കൊരു കൊടും ഭീഷണിയോ അല്ലെങ്കിൽ ഒരു മത്സരത്തിന് തന്നെ ഇടയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് നോക്കാം ദിയ കൃഷ്ണ എവിടം വരെ എത്തുമെന്ന്, എങ്ങനെയൊക്കെ ആയിരിക്കും അടുത്ത കമൻറ്റുകൾ, അടുത്ത വിവാദം എന്തായിരിക്കുമെന്ന് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്